അപ്പോഴേ ഗൈസ് ഇന്ന് കുറച്ച് ചക്കക്കുരു കിടപ്പുണ്ട്. അപ്പം ഇന്ന് വൈകിട്ടത്തേക്ക് ജ്യൂസ് അടിക്കാനൊന്നുമില്ല. അപ്പം ഞാൻ എന്താ ആലോചിച്ചെന്നറിയുമോ, കുറച്ച് ചക്കക്കുരു അതെല്ലാം തൊലി കളഞ്ഞ് വെക്കാം. ഞാൻ തൊലി കളയെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ തൊലിയെ കളഞ്ഞ് കേട്ടോ, ഫുള്ള് കളയത്തില്ല കേട്ടോ, ഇങ്ങനെ കളയത്തുള്ളൂ. അതിൻ്റെ തൊലി ഫുള്ള് കളഞ്ഞാൽ കൊള്ളത്തില്ല. എന്നിട്ട് നമുക്ക് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇത് താഴെ തട്ടിപ്പോകും. കുറച്ചും കൂടെ നീക്കി വെക്കാം, പിന്നെയും കുറച്ചും കൂടെ നീക്കി വെക്കാം. ഇപ്പം ഒരു 4 ഞാൻ 4-5 ഒഴിച്ചിട്ടുള്ളൂ. ഉരിക്കണം, അത് ഫുള്ള് ഉരിക്കണം. എന്നിട്ട് ഞാനിത് കുക്കറിൽ വേവിക്കും നല്ലതുപോലെ. ഒരു വിസിലടിച്ചാൽ മതി, ഇപ്പം നല്ല വേവും. എന്താ പറയുക, നമ്മൾ ഈ ചക്കക്കുരു പിന്നെ തൊലിയോടിട്ട് വേവിക്കാന്നേ ഉള്ളൂ. പുഴുങ്ങിയെടുക്കാനാണ്. പുഴുങ്ങിയെടുത്തിട്ട് നമുക്ക് നല്ല വെറൈറ്റി ഒരു ജ്യൂസ് ഉണ്ടാക്കാനാണ് ഇന്നത്തെ ജ്യൂസ്. ഇതാക്കാമെന്ന് ചോദിച്ചാൽ വൈകുന്നേരം ഇതിൻ്റെ കൂടെ കുറച്ച് മുന്തിരി ഇടാം, അണ്ടിപ്പരിപ്പിടാം, ബദാം പരിപ്പ്, പിന്നെ പാല്, ഇതെല്ലാം ഇട്ട്, പിന്നെ ഒരു മാങ്ങയുടെ ഒരു പൂള് പീസ് അതും കൂടെ ഇട്ടിട്ട് നമുക്ക് നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് നേന്ത്രപ്പഴമൊക്കെ അതിൻ്റെ കൂടെ ചേർക്കാം കേട്ടോ. അടിക്കാനല്ല, നമ്മൾ ജ്യൂസ് അടിച്ച് കഴിഞ്ഞിട്ട് നേന്ത്രപ്പഴം, പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ, അതിൻ്റെ പേരെന്താണ്, മറ്റേ ഞങ്ങൾ മാതളം നാരങ്ങ എന്ന് പറയും, ഇവിടെ എന്താ പറയുന്നത് എനിക്കറിയില്ല. കുറുമാമ്പഴം, മാതളപ്പഴം എന്നൊക്കെ പറയും. ചുമന്ന കുരുകളുള്ള അത് ഞാൻ പൊടിച്ച് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇടും. പഴം ഉണ്ടല്ലോ, പഴം നമ്മുടെ നേന്ത്രപ്പഴം, പിന്നെ കുറച്ച് പൂവമ്പഴം, ഞാലിപ്പൂവന്, മൈസൂർ പഴം, ഇതെല്ലാം കൂടെ മുകളിൽ ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ട് വൈകുന്നേരം നല്ല വയറൊക്കെ തണുക്കാൻ നല്ലതാണ്. കുറച്ച് തൈരും കൂടെ ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇന്നലെ ഞാൻ അങ്ങനെയുള്ള ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വൈകുന്നേരം ഞാൻ ജ്യൂസ് അടിച്ചിട്ട് എന്തായാലും ഇതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. ഇപ്പം ഞാൻ രാവിലെ ഇത് ചക്കക്കുരു ഉരിച്ചോണ്ടിരിക്കുകയാണ്. ഉരിച്ച് റെഡിയാക്കിയൊക്കെ വെക്കാം വൈകുന്നേരത്തേക്ക്. നോമ്പൊക്കെ തുറക്കാനും നല്ല, ഇപ്പം ഈ ചൂടൊക്കെ അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് നമുക്ക് ജ്യൂസ് അടിച്ച് വെച്ചാൽ തന്നെ നമുക്ക് നല്ല. പിന്നെ വേണമെങ്കിൽ ചക്കക്കുരു മാത്രം ഇട്ട് ജ്യൂസ് അടിക്കാം കേട്ടോ. ചക്കക്കുരു മാത്രം പാലും ചേർത്ത് മധുരവും ഇട്ട് നല്ല ജ്യൂസ് അടിക്കാം. ഞങ്ങൾ ജ്യൂസിന് പിന്നെ കൽക്കണ്ടം ചേർത്താൽ നല്ലതാണ്, വെള്ളക്കൽക്കണ്ട്. ഈ പഞ്ചസാരയ്ക്ക് വരാൻ കൽക്കണ്ട് ചേർത്താൽ മതി. ഞാൻ നല്ല കട്ടപ്പാലൊക്കെ വേണം. ഞാൻ ഒരു പാക്കറ്റ് പാലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര ആളുണ്ടോ അതനുസരിച്ച്. ഞങ്ങളിവിടെ 3 പേരേ ഉള്ളൂ. 3 പേർക്കുള്ള പാലാണ് ഞാൻ എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കുക. എന്നിട്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ കമൻറ്റ് സ്പീഡൊക്കെ നമ്മളെ അറിയിക്കുക. എൻ്റെ റെസിപ്പി എങ്ങനെ ഉണ്ടെന്ന് നല്ലത് അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇതിന് മുന്നേ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ഇടുക. അതുപോലെ എൻ്റെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ഉണ്ടാവണം. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നുണ്ടെങ്കിൽ ബൈ.